ആട് 3 എല്ലാ സിനിമാ പ്രേമികളും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ആട് 3 എന്ന് പറയുന്നത്. ആട് 3യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആട് 3 സീൻ 1 ഇന്നലെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം. ഒരു 3 മിനിറ്റ് 32 സെക്കൻഡ് വരുന്ന ഒരു വീഡിയോ കണ്ടന്റ് അവർ റിലീസാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി ഇത് ഡിലീറ്റഡ് സീനാണോ അതോ സിനിമയിൽ വരുന്ന സീനാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും മാർച്ച് 19 തീയതിയാണ് പടത്തിൻ്റെ റിലീസ്. എല്ലാ സിനിമാ പ്രേമികളും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. അതിൻ്റെ ബുക്കിങ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ 9:30 19 തീയതി. ഞാൻ ആദ്യം പറഞ്ഞത് ആട് 3 കണ്ടതിന് ശേഷമാണ് ദുരന്തർ കാണാൻ പോകുന്നതെന്നായിരുന്നു. പക്ഷേ ദുരന്തർ ഒരു ദിവസം മുമ്പേ വരുന്നതുകൊണ്ട് 18 തീയതി വൈകുന്നേരം തന്നെ ദുരന്തർ കാണുന്നുണ്ട്. റിവ്യൂ അന്നിടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആട് 3യുടെയും റിവ്യൂ പരമാവധി നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ വീട്ടിലായിരിക്കില്ല, അതുകൊണ്ട് തന്നെ വൈഫൈയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെങ്ങനെ എത്തരത്തിലായിരിക്കും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കിടക്കുന്ന ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനിപീഡിക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 3 മിനിറ്റ് 38 സെക്കൻഡ് കൊണ്ട് അത് കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. ഇന്നലെ സംഭവിച്ചത് എന്നാ കാര്യം കേട്ടോ. നിന്റെ അസംബ്ലിങ് ശരിയാവാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഒന്നും ഡിസ്മാൻഡ്ലിങ് ശരിയല്ല. ആദ്യം ഡിസ്മാൻഡ്ലിങ് ഫ്രീ ആക്കാൻ പഠിക്കണം, എന്നാലേ അസംബ്ലിങ് ശരിയാവുള്ളൂ. മനസ്സിലായ? ഞങ്ങളുടെ ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിങ്ങും ഒക്കെ ശരിയാണ്. ഇതൊന്നും അല്ലടാ, ആശാന്റെ വർക്ക് ബാഡാണ്. ഇതെന്താ അവർക്കൊന്നും മനസ്സിലാവത്തെ? ഇത് പടത്തിന്റെ സീൻ തന്നെയാണല്ലോ വെച്ചേക്കുന്നത്. ഓ, കൈപ്പുഴ കുഞ്ഞപ്പൻ. യെസ്. പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര് മറന്നുപോയി പെട്ടെന്ന്. അബു. ഇത് പടത്തിലെ സീൻ തന്നെയാണല്ലോ. അവർ റിലീസിന് മുന്നേ എന്തുകൊണ്ട് ഈ സീൻ ഇറക്കി? മേ ബി ഇത് ഡിലീറ്റഡ് സീൻ തന്നെ ആയിരിക്കാം. സൈജു കുറുപ്പ്. പേരൊന്നും നടക്കുന്ന കേസല്ല കേട്ടോ. എന്നാ ചേട്ടൻ പറയട്ടെ. ശ്രീകാന്ത് വെട്ടിയാർ പഴയ ശ്രീകാന്ത് വെട്ടിയാർ വയനാട് ചെറുതായിരുന്നു. ആരായിട്ടെ ഈ കുഞ്ഞപ്പൻ ആരേലും ആട്ടെ, പക്ഷെ മുകളിലോട്ട് പോയതൊരു മഹത് വ്യക്തിത്വം. ഇനിയിപ്പം 1 ലിറ്റർ നിർത്തണ്ട, ഒരു 10 ലിറ്റർ എടുത്തന്നെ. എന്നാലും ആരായി കുഞ്ഞപ്പൻ? കുഞ്ഞമ്മടെ കെട്ടിയാൽ അമ്മ ഇന്നൊന്നത് കാണുന്നില്ല. ഏറ്റവും സ്പീഡിൽ ഡിസ്മാൻഡ്ലിങ് അസംബ്ലി ചെയ്യുന്നത് ആരാ നോക്കാം. ഓക്കെ സെറ്റ്. അപ്പൊ നോക്കാം. റെഡി? അസംബ്ലി ചോദിക്കുമ്പോ പൊട്ടിക്ക ആള് കിട്ടില്ലടാ. നീ എന്തോടെ എന്താണ് എത്തിയത്? അത് പിന്നെ പെങ്ങളെനിക്ക് അതിന് ഇറച്ചി ഓടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുഞ്ഞപ്പമ്മ അവനെ ക്ഷണിച്ചില്ലോ. കുഞ്ഞപ്പാവൻ വന്ന് ഞങ്ങളുടെ വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് അത് ഒന്നും നടത്തി തരണം. അപ്പൊ തന്നെ ഇപ്പുള്ള വാപ്പയുടെ അത് ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കോ. മൂപ്പര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ കുഞ്ഞപ്പമാവൻ വരില്ലേ? കൊല്ലല്ലേ ഇവനെവിടെ പോയി? എല്ലാരും ഉണ്ടല്ലോ. സുഖം മക്കളെ? ഓ സുഖാണ് കുഞ്ഞപ്പ മാമ. മാമന് സുഖാണ്. അപ്പൊ ചെന്നിട്ടില്ല. ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല. നമുക്കൊരു മുട്ടം പണി വരുന്നുണ്ട്.
ശേഷം മറ്റന്നാൾ സ്ക്രീനിൽ. ഓക്കെ, നൈസ് നൈസ് നൈസ്. സംഗതി ഇതിൻ്റെ അകത്ത് ഷോട്ടുകളൊക്കെ ട്രെയിലറിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി ഇത് പടത്തിലുള്ളൊരു സീനാവാം. മേ ബി പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു സീക്വൻസ് എടുത്തിട്ട് ഇനി അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരുത്താൻ വേണ്ടി അവർ ചെയ്തൊരു പ്രൊമോഷൻ വർക്ക് ആവാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരു പടത്തിൻ്റെ ഒരു മെയിൻ ഒരു കോർ കണ്ടൻറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവരിപ്പം റിലീസ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് സീ, പടം വരുന്ന സമയത്ത് ഇത് തിയേറ്ററിൽ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചിരി എലമെൻറ്റ് തിയേറ്ററിൽ അത് മിസ്സാവുമോ എന്നുള്ളതും ഒരു സംശയമുണ്ട്. എന്തായാലും കുഞ്ഞപ്പൻ മാമനും അതുപോലെ തന്നെ നമ്മുടെ അബുവും വന്നെന്തായാലും ഒന്ന് തകർത്തിട്ടുണ്ട് ഇതിൻ്റെ സീനിൽ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഷാജി പാപ്പൻ ഒഴികെ ക്യാപ്റ്റൻ ക്ലീറ്റസും കാണാൻ സാധിക്കുന്നില്ല. ബാക്കി ആ ഷാജി പാപ്പൻ്റെ ടീമുകളിലെല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോൾ ബാക്കി പടം വന്നിട്ട് നമുക്ക് സംസാരിക്കാം. മാർച്ച് 19 പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാനായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.